ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ഇഷിതയ്ക്ക് നല്ലൊരു ദിവസമാണ്. ഇഷിതയെ അവിടുത്തെ CMO ആയിട്ട്, ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആ യാത്രയിലാണ് മഹേഷ് കൂടെ കയറിയിരിക്കുന്നത്. മഹേഷ് ആണെങ്കിൽ തുടങ്ങിയപ്പം മുതൽ ഫോൺ വിളിയാണ്. ഫോണിലൂടെ സംസാരിക്കുക. ഫോണിലൂടെ ഇങ്ങനെ വിവേകിനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മാത്രമല്ല, വിവേക് മാത്രമല്ല, ആ ഓഫീസിലെ മറ്റ് സ്റ്റാഫിനോടും ഒക്കെ ചീത്തയും പറഞ്ഞ് വിവേകിനെ വഴക്ക് പറഞ്ഞ് ആ ഒരു ഫയലും കാര്യങ്ങളുടെ കാര്യമൊക്കെ ചോദിച്ച് ഇവൻ അതിനകത്ത് കിടന്ന് ചുമ്മാ ഹാറിബറി ബഹളം വയ്ക്കുകയാണ് കേട്ടോ. ആ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഇതിന് മാത്രം തിടുക്കം വെച്ചാൽ പെട്ടെന്ന് അവിടെ എത്തുമൊന്നും ഇല്ല എന്ന് ഇഷിത ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇതെന്തിനാണോ ഈ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താ? ഇച്ചിരൂടെ നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ ഇയാൾക്ക് നേരെ ഓഫീസിലെത്തായിരുന്നല്ലോ. പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറയും, പക്ഷേ കറക്റ്റ് പങ്ക്ച്വാലിറ്റി വലിയൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണോ ഇറങ്ങേണ്ടത് എന്നൊക്കെ നമ്മുടെ ഇഷിത ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. എന്തായാലും വിവേക് വിളിച്ചിട്ട് എവിടെ എത്തി എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും എത്തണു, പെട്ടെന്ന് തന്നെ എത്തും, ഇപ്പോൾ എത്തും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഏത് വണ്ടിയിലാണ് വരുന്നത്, ആരാ ഉള്ളത്, അപ്പോൾ വേഗം വിടുന്ന് നമ്മുടെ ഈ മഹേഷ് ഇടയ്ക്ക് വണ്ടിയിലിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിവേക് ചോദിച്ചു, വേഗം വിടുന്നു, ആരാ വണ്ടി ഓടിക്കുന്നത്? അത് ഡ്രൈവറാ. അപ്പോഴേക്കും നമ്മുടെ ഇഷിത പെട്ടെന്ന്, ഡ്രൈവറോ ഞാനോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് വിവേക് ചോദിച്ചു, അതേതാ ഒരു സ്ത്രീ ശബ്ദം? അതെൻ്റെ ഗേൾ ഫ്രണ്ടാ എന്നും പറഞ്ഞ് നമ്മുടെ മഹേഷ് കളിയാക്കാണ് കേട്ടോ. ദേഷ്യപ്പെടുകയാണ്. വെച്ചിട്ട് പോകുന്നുണ്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങ് എത്താം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇവൻ്റെ ആ ഒരു ടെൻഷനും വെപ്രാളമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത്? കൂളായിട്ട് കാര്യങ്ങളെ നേരിടണം. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ആ പിള്ളേർ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അതുകഥമല്ല, അതിലപ്പുറവും പറയാം. ഞങ്ങളുടെ സ്ട്രെസ്സൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും തമ്മിൽ വലിയ ഉടക്കൊന്നും നടന്നില്ല. അങ്ങനെ ആ ഒരു വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇവൻ ഇറങ്ങി പോകാൻ അങ്ങ് തുടങ്ങാണ്. അപ്പോഴേക്കും ഹലോ എന്നും പറഞ്ഞിട്ട് എന്താ ഒരു നന്ദി പോലും പറയാതെ പോണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വലിയ ഉപകാരം എന്നും പറഞ്ഞിട്ട് ഇവൻ അകത്തേക്ക് കയറി പോവുക. ഇതിനൊന്നും ഒരു ലിഫ്റ്റ് പോലും കൊടുക്കല്ല. അല്ല, നന്ദി വാക്കൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഈ മാധവും, അതായത് ഇഷിതയെക്കുറിച്ച് ഇവരിങ്ങനെ ഇഷിതയ്ക്ക് CMO ആയിട്ട് ഇത് ആകണ കാര്യമൊക്കെ അഷിതയോട് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പ്രിയാമണി വിളിച്ചിട്ട് സംസാരിക്കുന്നത്. ഈ വണ്ടിയിലിരുന്നിട്ട് ഈ അഷിതയുടെ അമ്മായിയമ്മയും മാധവും അതുപോലെ മാധവിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെ ഇഷിതയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധവിനോട് ഈ അമ്മായിയമ്മ, ഈ മാധവിൻ്റെ അഷിതയുടെ അമ്മായിയമ്മ. പക്ഷേ ഇതിനിടയ്ക്കാണ് ഇവരുടെ ആ ഒരു പെണ്ണിന് ഒരു ഇച്ചിരി അപകടം ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അതിന് ഇഷിതയെക്കുറിച്ച് നല്ല കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഒരു അപകടമൊക്കെ വരുന്നത്. പെട്ടെന്ന് വണ്ടി വെട്ടിച്ചെടുക്കുന്ന സമയത്ത് ഈ പെണ്ണിനൊരു പെട്ടെന്നൊരു മുന്നോട്ടൊന്ന് ആയിക്കുകയും പേടിച്ചു പോയി എന്ന് തോന്നുന്നു. പെട്ടെന്ന് അന്നേരം മുതൽ തുടങ്ങിയ ഒരു വയറുവേനയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇനിയിപ്പോൾ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട, നമുക്കിവിടെ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോൾ ഇന്നവിടെ ഇവള് ചാർജ് എടുക്കുന്ന ദിവസം, അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറുന്ന ദിവസമൊക്കെയാണല്ലോ. എന്തായാലും വലിയ സന്തോഷത്തിലാണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം താൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ മേഖല ഒരിക്കലും കച്ചവടമാക്കരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇഷിത. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ദുഷ്ടനുണ്ടല്ലോ, ഇപ്പോൾ വന്നിരിക്കുന്ന ആ മനുഷ്യൻ, ഇതിൻ്റെ ഓണർ, അയാൾ വലിയൊരു ദുഷ്ടനാണ്. ഇത്രയും നാളും ഇച്ചിരി പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ കുറച്ച് ഓരോ ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ കുറച്ച് കൂടുതൽ പൈസ, അല്ലെങ്കിൽ അനാവശ്യമായ ടെസ്റ്റ് എഴുതുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ നടന്നതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്ന വലിയ വലിയ തിരിമറികളും അവയവ കൊള്ളയുമൊക്കെയാണ്, അവയവ കടത്തുമൊക്കെയാണ്. നമ്മുടെ ഇഷിതയ്ക്ക് ഇതറിയില്ല. ഇഷിത ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണെന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇഷിത പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ. ഇതിനിടയ്ക്ക് ഇവർ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അത്യാസന്ന നിലയിലാണ് അവൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അഷിതയുടെ അനിയത്തി, അതായത് നമ്മുടെ മാധവിൻ്റെ ഭാര്യ വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇഷിതയാണ് പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഇഷിതയാണല്ലോ. അപ്പോൾ ഇഷിതയുടെ നേതൃത്വത്തിൽ വേണം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു എമർജൻസി കേസ് വന്നപ്പോഴേക്കും ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആളുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറി. ഓരോ ഫയലിനെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇയാൾ അനാവശ്യമായിട്ട് ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതായിട്ട് ഇഷിതയ്ക്ക് തോന്നി. എന്തായാലും ഇഷിത അതിനെ ചോദ്യം ചെയ്തു. ആ ഒരു സമയത്ത് അയാൾ പറയുന്നൊരു ഡയലോഗുണ്ട്. എന്തായാലും ആ ഒരു ഡയലോഗിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അയാളിത് ഒരു സേവനമായിട്ടല്ല, മറ്റവർ ചെയ്തത് വെറുതെ ഒരു കള്ളമാണെങ്കിൽ ഇവർ കൊള്ളയാണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്.
വലിയൊരു പാപമാണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്. ആശുപത്രിയിൽ വരുന്നവരെ അവയവം ഓരോ ഓപ്പറേഷനൊക്കെ വരുന്നവരുടെ അവയവം 2 വൃക്കയുടെ ആവശ്യമുണ്ടോ? കരളാണേലും പകുതി മുറിച്ചു കൊടുത്ത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ ആശുപത്രിയിൽ വരുന്ന ആൾക്കാരുടെ സാമ്പിളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവയവക്കടത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അയാൾ. എന്തായാലും നമ്മുടെ ഇഷിത ഇത് കേട്ട് ഞെട്ടിപ്പോവാണ്. നമുക്ക് ഒരുമിച്ച് നിന്നാൽ പലതും നേടാമെന്ന് അയാൾ പറയുകയാണ്. പക്ഷേ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന സ്ഥാനം കിട്ടിയ അന്ന് തന്നെ അവൾക്ക് രാജിവെക്കാൻ തയ്യാറാണെന്ന് അവൾ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ കഥ.